പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 1 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ക്ലാസ് 9 നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല വെളിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 + √2 ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് മൈനസ് 1/x ദ ഹോൾ ക്യൂബ്. എക്സിൻ്റെ വാല്യൂ 1 + √2 ആണെങ്കിൽ എക്സ് മൈനസ് 1/x ദ ഹോൾ ക്യൂബ് എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എക്സ് നമുക്ക് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? 1/x കണ്ടുപിടിക്കണം. അതിനുശേഷം എക്സ് മൈനസ് 1/x കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ ക്യൂബ് കണ്ടുപിടിച്ചാൽ നമുക്കിവിടെ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് എത്രയാണ് തന്നിട്ടുള്ളത്? 1 + √2 ആണ് എക്സ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ 1/x എന്തായിരിക്കും? എക്സ് 1 + √2 ആണെങ്കിൽ 1/x എന്തായിരിക്കും? 1/xൻ്റെ പ്ലേസിൽ നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/1 + √2 ആണ് ഇവിടെ 1/x ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഡിനോമിനേറ്ററിൽ റൂട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിതിനെ ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യണം. റാഷണലൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. എങ്ങനെയാണ് റാഷണലൈസ് ചെയ്യുന്നത്? ഇവിടെ പ്ലസ് സൈൻ ആയതുകൊണ്ട് സൈൻ മാറ്റി 1 - √2 കൊണ്ട് ഇതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ എഴുതാം? 1/1 + √2 ഇൻറ്റു 1 - √2/1 - √2 ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 1 - √2 ഇത് ഏത് ഫോമിലാണ്? 1 + √2 ഇൻറ്റു 1 - √2 അല്ലേ? അപ്പോൾ ഇത് ഏത് ഫോമിലാണ്? a + b ഇൻറ്റു a - bയുടെ ഫോമിലാണ്. a ഈസ് 1 ആൻഡ് b ഈസ് √2. a + b ഇൻറ്റു a - b എന്താ? a² - b². അപ്പോൾ എന്ത് വരും? 1² - √2² ഈസ് ഈക്വൽ ടു 1 - √2/1² ഈസ് 1. √2ൻ്റെ സ്ക്വയർ എന്താണ്? 2 ഈസ് ഈക്വൽ ടു 1 - √2/-1. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞു നമ്മുടെ ഡിനോമിനേറ്ററിൽ ഇങ്ങനെ -1 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ നെഗറ്റീവ് സൈൻ നമുക്ക് മുകളിലേക്ക് കൊടുക്കാം. മുകളിൽ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ നിങ്ങൾ ഈ സൈൻ ചേഞ്ച് ചെയ്ത് എഴുതണം, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇടണം. ബ്രാക്കറ്റ് ഇടുമ്പോൾ ഇത് എന്തായിട്ട് മാറും? -1 - √2 എന്നാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി എഴുതാം. അപ്പോൾ ഇതെന്ത് വരും? -1 ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആവും, +√2 എന്നാവും. ഈ മൈനസിനെ നമ്മൾ ന്യൂമറേറ്ററിലോട്ട് മാറ്റുമ്പോൾ ഇവിടെ ഇതിനകത്ത് 2 ടേമുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ മൈനസ് വെളിയിൽ കൊടുത്തിട്ട് ബ്രാക്കറ്റ് ഇടണം, ഇല്ലെങ്കിൽ മൈനസ് മേളിൽ കൊണ്ടുപോകുമ്പം ഇവിടെ ഈ 2 ടേമിൻ്റെയും സൈൻ ചേഞ്ച് ആവും. അപ്പോൾ -1 + √2 എന്നാവും. ഈ പ്ലസ് വരുന്നതിനെ നമുക്ക് ആദ്യം എഴുതാം. അപ്പോൾ എന്താവും? √2 - 1 എന്നാവും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഇതിനെ √2 - 1. അപ്പോൾ 1/x നമുക്ക് എന്ത് കിട്ടി? √2 - 1 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എക്സ് മൈനസ് 1/x കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് നമുക്കറിയാം, 1/xും നമുക്കറിയാം. എക്സ് എന്താണ്? 1 + √2. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ ഞാൻ 1 + √2 എന്ന് കൊടുക്കുന്നു. മൈനസ് 1/x എന്താണ്? √2 - 1. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിങ്ങൾക്ക് മൈനസ് സൈനാണല്ലേ. അപ്പോൾ നമ്മൾ ഈ 1/x എഴുതുന്നതിന് എത്ര ടേമുണ്ട്? 2 ടേം, √2ഉം 1ഉം ഉണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ടേമുകളുണ്ടെങ്കിൽ മൈനസ് സൈൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ആൻസർ ഇവിടെ വെച്ച് തെറ്റിപ്പോകും കേട്ടോ. ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. 1 + √2 -√2. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബ്രാക്കറ്റിനകത്ത് സൈൻ ചേഞ്ച് ആവും. ഈ മൈനസ് കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് പ്ലസ് ആയിട്ട് മാറും. ഇവിടെ ഈ +√2ഉം -√2ഉം ക്യാൻസലായിട്ട് പോവും. ആൻസർ ഈസ് 2. അപ്പോൾ x - 1/x നമുക്ക് 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x - 1/x ദ ഹോൾ ക്യൂബ് എന്തായിരിക്കും? x - 1/x ഈസ് 2. അപ്പോൾ ഇത് 2³ എന്നാവും. 2³ ഈസ് 8.
കണ്ടോ, വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സ് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ടേമൂടെ കണ്ടുപിടിക്കുക. അതായത് 1/x കണ്ടുപിടിക്കുന്നു, എന്നിട്ട് x-1/x കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നിങ്ങളതിൻ്റെ ക്യൂബ് ചെയ്യുക. ആൻസർ ഈസി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.